കോഴികളെ വളർത്തുന്ന പലർക്കുള്ളൊരു സംശയമാണ് തേങ്ങാപ്പിണ്ണാക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇനി കൊടുത്താൽ തന്നെ അതിനെന്തെങ്കിലും പ്രശ്നം വരുമോ, അല്ലെങ്കിൽ നെയ്യ് കെട്ടുമോ, സ്ഥിരമായിട്ട് കൊടുത്താൽ കോഴികളുടെ വളർച്ചയെ അത് ബാധിക്കുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങൾ പലർക്കുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ കോഴികൾക്ക് തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് അവർക്ക് തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കാറില്ലേ. അതുമാത്രമല്ല, ഞാൻ കടയിൽ നിന്ന് പൈസ കൊടുത്ത് തേങ്ങാപ്പിണ്ണാക്ക് വാങ്ങി അവർക്ക് കൊടുക്കാറില്ല. എൻ്റെ വീട്ടിൽ വെളിച്ചെണ്ണ ആട്ടിക്കുന്ന സമയത്ത് എനിക്ക് തേങ്ങാപ്പിണ്ണാക്ക് കിട്ടാറുണ്ട്. ആ ഒരു സമയത്ത് മാത്രമേ ഞാൻ അവർക്ക് കൊടുക്കാറുള്ളൂ. പക്ഷെ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ആട്ടിക്കില്ലല്ലോ അല്ലേ. തേങ്ങാപ്പിണ്ണാക്ക് എൻ്റെ കയ്യിലുള്ള സമയത്ത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ഞാൻ എൻ്റെ കോഴികൾക്ക് തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കാറുള്ളൂ. അത് ഞാൻ സ്ഥിരമായിട്ട് ഡെയിലി 2 നേരം അല്ലെങ്കിൽ 3 നേരം അങ്ങനെയൊന്നും കൊടുക്കാറില്ല കേട്ടോ. നമ്മൾ എപ്പോഴും തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം കൊടുക്കുക. അതും തേങ്ങാപ്പിണ്ണാക്ക് മാത്രം കൊടുക്കാതെ മറ്റ് തീറ്റകളുമായിട്ട് കലർത്തിയിട്ട് വേണം നമ്മൾ തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കാനായിട്ട്. ഞാൻ അങ്ങനെയാണ് കേട്ടോ കൊടുക്കാറ്. പിന്നെ തേങ്ങാപ്പിണ്ണാക്ക് നല്ലതാണ്, കോഴികൾക്ക് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഏതൊരു തീറ്റയും നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ പച്ചക്കറീൻ്റെ വേസ്റ്റ് ആണെങ്കിൽ തന്നെയും ഞാൻ അത് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരുപാട് മരുന്നുകളൊക്കെ അടിച്ച് കൊണ്ടുവരുന്ന പച്ചക്കറി ആയിരിക്കും. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ ഒരു ചെമ്പിലിട്ടിട്ട് ജസ്റ്റ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ആ ഒരു പച്ചക്കറി കോഴികൾക്ക് കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. മീൻ പോലും ഞാൻ പച്ചമീൻ അല്ലെങ്കിൽ മീനിൻ്റെ തല പോലും ഞാൻ പച്ചയ്ക്ക് കോഴികൾക്ക് കൊടുക്കാറില്ല. ജസ്റ്റ് ഒന്ന് വേവിച്ച് ഒരു നുള്ളു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കൊടുക്കാറ്. തേങ്ങാപ്പിണ്ണാക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് തീറ്റ ചെലവ് കുറയ്ക്കാൻ സാധിക്കും. അതായത് കുറച്ച് തീറ്റ, തേങ്ങാപ്പിണ്ണാക്ക്, അതുപോലെ പച്ചക്കറി വേസ്റ്റ്, മീൻ വേസ്റ്റ് ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ശരീര വളർച്ച ഉണ്ടാവും കേട്ടോ. അതുമാത്രമല്ല, തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കുമ്പം ഈ കോഴികൾക്ക് ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ കുറച്ച് പ്രോട്ടീനൊക്കെ അതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കാതിരിക്കുക. അതുപോലെ തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പഴകിയതോ അല്ലെങ്കിൽ പൂപ്പൽ പിടിച്ചതോ ആയ തേങ്ങാപ്പിണ്ണാക്ക് നിങ്ങൾ കൊടുക്കരുത് കേട്ടോ. നമ്മളെപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കുക. ചില ആളുകൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും നല്ലൊരു ബക്കറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിക്കുക. ഞാൻ തേങ്ങാപ്പിണ്ണാക്ക് എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ, ഞാൻ ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. 2 ദിവസത്തേക്കുള്ളത് ഫ്രിഡ്ജിലാവുമ്പോൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. അത് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങാപ്പിണ്ണാക്ക് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് അത് പൊതിരും കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കരുത്. എപ്പോഴും അതിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് പൊതിർത്തിയിട്ട് അതിൽ വളരെ കുറച്ച് മാത്രം എടുത്ത് നമ്മൾ തീറ്റയായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. തേങ്ങാപ്പിണ്ണാക്ക് വെള്ളം ഒഴിച്ച് പൊതിർത്തി ആവശ്യത്തിന് മാത്രം എടുത്ത് തീറ്റയായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കോഴികൾക്ക് കൊടുക്കാനായിട്ട്. ഒരുപാട് കുഴച്ച് കോഴികൾക്ക് ഇട്ട് കൊടുക്കരുത്. അവർ തിന്നുന്നൊരു അളവ് നിങ്ങൾക്കറിയാലോ, അത്രയും അളവിൽ മാത്രം കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 1 ദിവസത്തേക്കും 2 ദിവസത്തേക്കുള്ള തേങ്ങാപ്പിണ്ണാക്കാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അത് പൊതിർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ ഒരുമിച്ച് ഒരു വട്ടച്ചെമ്പ് നിറയെ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് നിറയെ തേങ്ങാപ്പിണ്ണാക്കൊന്നും പൊതിർത്തി വെക്കരുത് കേട്ടോ. പിന്നെ ഞാൻ തേങ്ങാപ്പിണ്ണാക്ക് മാത്രം കോഴികൾക്ക് ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല. എപ്പോഴും ഞാൻ ചോറിൻ്റെ കൂടെ ചോറ്, അതുപോലെ തീറ്റ, ഇലകൾ, മീനിൻ്റെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് അങ്ങനെ പലതും മിക്സ് ചെയ്ത് ആ ഒരു കൂട്ടത്തിൽ ഒരു പിടി തേങ്ങാപ്പിണ്ണാക്കും കൂടി ഇട്ടിട്ടാണ് ഞാൻ കൊടുക്കാറ്. അതും ഒരുപാട് കൊടുക്കാറില്ല. ശരിക്കും പറയാം, നമ്മൾ കൊടുക്കുന്ന തീറ്റയിലേക്ക് ഒരു 5 മുതൽ 10% വരെ മാത്രമേ തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുക. ഞാനും ആ ഒരു അളവിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. കുറഞ്ഞ അളവിൽ മാത്രം കൊടുക്കുക. അതും മറ്റ് തീറ്റകളുമായിട്ട് കലർത്തിയിട്ട് കൊടുക്കുക കേട്ടോ, തന്നെ കൊടുക്കാതിരിക്കുക. ഞാൻ കോഴീനെ വളർത്തി തുടങ്ങിയ സമയത്ത് തേങ്ങാപ്പിണ്ണാക്കൊന്നും കോഴികൾക്ക് കൊടുക്കാറില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു കേട്ടോ തേങ്ങാപ്പിണ്ണാക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. ആ ഒരു സമയത്ത് ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ ആട്ടിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് തേങ്ങാപ്പിണ്ണാക്ക് വേണോ എന്നുള്ളത്. വേണ്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ പൈസയും കൂടി നമുക്ക് ഇങ്ങോട്ട് തരുമായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു കടയിൽ കൊടുത്തിട്ട് പോരാറായിരുന്നേ. അങ്ങനെ ഏതോ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ കണ്ടു തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ കോഴികൾക്ക് കൊടുത്തു. എൻ്റെ ഏതോ ഒരു ബാച്ചിലെ കോഴികൾ ഒട്ടും തേങ്ങാപ്പിണ്ണാക്ക് കഴിക്കില്ലായിരുന്നു കേട്ടോ. ചില കോഴികൾ കഴിക്കില്ല. അത് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ്. പക്ഷേ ഈ ചോറ് അല്ലെങ്കിൽ മറ്റു ഫുഡുകൾ അതിൻ്റെ കൂടെ കുറഞ്ഞ അളവിൽ ഒരു പിടി അല്ലെങ്കിൽ 2 പിടി തേങ്ങാപ്പിണ്ണാക്കും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും. അല്ലാതെ തേങ്ങാപ്പിണ്ണാക്ക് മാത്രം വെള്ളത്തിലിട്ട് പൊതിർത്തിയിട്ട് ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്താൽ കോഴികൾ അങ്ങനെ കഴിക്കില്ല കേട്ടോ. അത് അങ്ങനെ കൊടുക്കുന്നതും അത്ര നല്ലതല്ല. പിന്നെ നെയ്യ് കിട്ടുമെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ തേങ്ങാപ്പിണ്ണാക്ക് മാത്രം കൊടുക്കാറില്ലല്ലോ. കഴിയുന്നതും മുട്ടയിടുന്ന കോഴികൾക്ക് നമുക്ക് തീറ്റ എന്തായാലും അവർക്കൊരു നേരം കൊടുക്കണം. പിന്നെ ചോറ് മാത്രം കൊടുത്ത് വളർത്തുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള കോഴികളും പെട്ടെന്ന് നെയ്യ് കിട്ടും. ചോറ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല. ഞാൻ കോഴികൾക്ക് കൊടുക്കുന്ന ഒരാളാണ്. എനിക്കെന്തോ എൻ്റെ കോഴികൾക്ക് ചോറ് കൊടുത്താലാണ് അവർക്കൊന്ന് വയറ് നിറയാന്നുള്ളൊരു ഫീലാണ് എനിക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കോഴികൾക്ക് ചോറ് കൊടുക്കാറ്.
പക്ഷേ ഞാൻ ചോറിൻ്റെ കൂട്ടത്തിൽ പല കാര്യങ്ങളും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഞാൻ തുറന്ന് വിടാറുണ്ട് വൈകിട്ട്. നാടൻ കോഴികളാണല്ലോ, പ്രത്യേകിച്ച് ഈ മുട്ടക്കോഴികളില്ലേ, നമുക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുന്ന കോഴികൾ, അങ്ങനത്തെ കോഴികൾക്കൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഈ ചോറ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പം അവരൊക്കെ പെട്ടെന്ന് നെയ്യ് കെട്ടും. നെയ്യ് കെട്ടിയാൽ ഇവർ മുട്ടയിടില്ല കേട്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ വെളിച്ചെണ്ണ ആട്ടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആ ഒരു തേങ്ങാപ്പിണ്ണാക്ക്, വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ തേങ്ങാപ്പിണ്ണാക്ക് നിങ്ങൾ കടയിൽ കൊടുക്കുന്നതിന് പകരം വീട്ടിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നല്ലൊരു കാറ്റ് കിടക്കാത്ത നല്ലൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ ആക്കിയിട്ട് നന്നായിട്ട് അടച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരു 6 മാസത്തോളം അവിടെ ഉണ്ടാവട്ടെ. 6 മാസമല്ല, അതിൽ കൂടുതലും കിട്ടും. സീസണും അതുപോലെ സന്ദർഭങ്ങളും അനുസരിച്ച് കോഴീനെ വളർത്താൻ പഠിച്ചാൽ അടിപൊളിയാണ്. അതായത് നമുക്ക് ഒരുപാട് തീറ്റച്ചെലവ് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പം ചക്ക സീസണാണ്. കോഴികൾ നന്നായിട്ട് ചക്ക കഴിക്കും കേട്ടോ. ചക്ക ചെവിണി ആയാലും പഴുത്ത ചക്കയായാലും എന്ത് തന്നെയായാലും അവർ നന്നായിട്ട് കഴിക്കും. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് തീറ്റച്ചെലവ് കുറയ്ക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ്. നിങ്ങൾ വീട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വീട്ടിലെ ചക്ക, നമുക്കിപ്പോൾ ഒരു പ്ലാവുമ്മൽ ഒരു 50 ചക്കയൊക്കെ ഉണ്ടെങ്കിൽ 50 ചക്കയും നമ്മളിപ്പോൾ വെട്ടിക്കൊയ്ത് കഴിക്കില്ലല്ലോ. അപ്പം അങ്ങനെ നിലത്തൊക്കെ വീണാൽ കോഴികൾക്ക് വെച്ച് കൊടുക്കുക, അവർ നന്നായിട്ട് കഴിക്കും. അതുപോലെ ഈ ചക്കക്കുരൊക്കെ നല്ലതാണ് കേട്ടോ. ചക്കക്കുരൊക്കെ പെറുക്കിയിട്ട്, ഇപ്പോൾ ചില ചക്കക്കുരു നമ്മൾ പറയില്ലേ കറി വെച്ചാൽ ഒട്ടും നന്നാവില്ല എന്നുള്ളത്, അങ്ങനത്തെ ചക്കക്കുരൊക്കെ കുക്കറിലൊക്കെ ഒരു വിസിലടിച്ചിട്ട് നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞ് ചോറിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ തീറ്റ കൊടുക്കുന്നത് അതിലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ അവർ നന്നായിട്ട് മുട്ടയിടും കേട്ടോ. അതുപോലെ ചക്കച്ചെവിണി എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുത്താൽ നന്നായിട്ട് മുട്ടയിടും. അപ്പോൾ ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ട് തീറ്റച്ചെലവ് കുറച്ചെടുക്കാൻ പറ്റും. സ്കൂളൊക്കെ തുറന്നു, അടുത്ത് സ്കൂളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി അന്വേഷിച്ച് നോക്കുക. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ചോറ് കിട്ടും. പിന്നെ കോഴീനെ വളർത്തണം എന്ന് ഒരു വരുമാനം വേണമെന്ന് അത്രയും ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കോഴി കുഞ്ഞുങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ കഴിയുന്ന അത്രയും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഇൻക്യുബേറ്റർ വാങ്ങുക. എന്നിട്ട് കോഴിമുട്ട നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ളൊരു സ്ഥലത്തുനിന്ന് കുറച്ച് കോഴിമുട്ട വാങ്ങി വിരിയിപ്പിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുക കേട്ടോ. അതായത് സ്ഥലം ഇല്ലാത്ത ആളുകൾക്ക് പറ്റിയൊരു പരിപാടിയാണത്. കോഴീനെ വളർത്താൻ അത്യാവശ്യം കുറച്ചെങ്കിലും ഒരു സ്ഥലം വേണം. തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട്, അയൽവാസികളൊക്കെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ കോഴികളെ വളർത്താതിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിലേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇൻക്യുബേറ്റർ വാങ്ങിയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചിട്ട് 1 ദിവസം 2 ദിവസം പ്രായമാവുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു തേങ്ങാപ്പിണ്ണാക്ക് അതുപോലെ ചക്ക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്താൽ നമുക്ക് നന്നായിട്ട് തീറ്റച്ചെലവ് കുറയ്ക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ വീട്ടമ്മമാരാണ്. നമുക്ക് വീട്ടിലിരുന്നിട്ട് ഒരു വരുമാനം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചെടുക്കണ്ടേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നടത്തിയെടുക്കണം. അപ്പം ഇന്ന് രാത്രി നമുക്കിവിടെ ചക്കയാണ് കേട്ടോ. ചക്കയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ചക്ക നന്നാക്കലാണേ. അപ്പം അതിന് രണ്ടാളെയും കൂടി ഞാൻ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ട്. ഒരാൾ നന്നാക്കിയും സഹായിക്കുന്നുണ്ട്, ഒരാൾ നന്നാക്കി വെച്ച ചക്ക എടുത്ത് കഴിച്ചും സഹായിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് രാത്രി ചക്കപ്പുഴുക്കാണ്. ചക്കയൊക്കെ നന്നാക്കി എടുക്കാൻ കുറച്ച് നേരം വൈകി. അത് മറ്റൊന്നുമല്ല, ഇന്ന് വെളിച്ചെണ്ണ പണിയിലായി പോയേ. നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടല്ലേ വെളിച്ചെണ്ണ, കുറേ ദിവസമായിട്ട് ആ ഒരു തേങ്ങേൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു. ഇന്നാണ് വെളിച്ചെണ്ണ ആട്ടിച്ച് കൊണ്ടുവന്ന് കുറച്ചൊന്ന് ഊറിയതിന് ശേഷം അതൊരു വട്ടച്ചെമ്പിലേക്ക് മാറ്റിയിട്ട് വെയിലത്ത് വെച്ചു. ഒരു 5-6 മണിക്കൂർ നന്നായിട്ട് വെയിൽ കൊള്ളിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കൂട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കാറിൽ ചോദിക്കും. എന്നിട്ട് ഞാൻ പൊതുവേ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കുറേ ആളുകൾ. ഞാൻ കുരുമുളക് മാത്രമേ ഇടാറുള്ളൂ. കുരുമുളകൊക്കെ ഇട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങാപ്പിണ്ണാക്ക് ഒരു ബക്കറ്റിലേക്കും ആക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു തേങ്ങാപ്പിണ്ണാക്ക് നമുക്ക് കുറേ കിട്ടും കേട്ടോ. അതിൽ നിന്ന് കുറച്ചേച്ചെടുത്ത് പൊതിർത്തിയിട്ടാണ് ഞാൻ കോഴികൾക്ക് കൊടുക്കുക. അതും ഡെയിലി കൊടുക്കാറുമില്ല, അതുകൊണ്ട് അത്യാവശ്യം നല്ലോണം കിട്ടും. പിന്നെ സ്കൂളൊക്കെ തുറന്നു, മക്കൾക്ക് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വിനേട്ടൻ ഇതാ പുസ്തകമൊക്കെ പൊതിയിടുകയാണേ. ഇപ്രാവശ്യം കുറച്ചൊരു പ്ലാസ്റ്റിക്കിൻ്റെ വേറൊരു ടൈപ്പ് പൊതിയാണ് വാങ്ങിയത്. ഈ ബുക്ക് പൊതിയാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു പരിപാടിക്ക് നിൽക്കാറില്ല. എനിക്ക് ഭയങ്കര മടിയാണ് ബുക്ക് പൊതിയാനായിട്ട്. എല്ലാ വർഷവും വിനേട്ടൻ തന്നെയാണ് മക്കൾക്ക് ബുക്കൊക്കെ പൊതിഞ്ഞ് കൊടുക്കാറ്. പിന്നെ ചെറിയ ക്ലാസ്സാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അത്യാവശ്യം നന്നായിട്ട് ബുക്കുണ്ട്. ബാഗൊക്കെ എനിക്ക് തന്നെ എടുത്തിട്ട് പൊന്തുന്നില്ല കേട്ടോ, അത്രയും വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഇത്രയും ബുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. സ്കൂള് തുറന്നതുകൊണ്ട് എനിക്കൊരു ഡ്യൂട്ടിയും കൂടി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, എന്നും വൈകിട്ട് സ്കൂളിൽ പോയിട്ട് ചോറ് എടുത്ത് കൊണ്ടുവരണം.
ഉച്ചയ്ക്ക് തന്നെ നമുക്ക് ചോറെടുത്ത് കൊണ്ടുവരാം. പക്ഷേ ഞാൻ ഏതായാലും വണ്ടി എടുത്തിട്ട് പോവാണല്ലോ. അപ്പോൾ വൈകിട്ട് പോയാൽ 2 കാര്യങ്ങൾ നടക്കും. ചോറും എടുക്കുക, അതോടൊപ്പം തന്നെ ഇവരെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വരാം. അതുകൊണ്ട് ഞാൻ വൈകിട്ടാണ് സ്കൂളിൽ ചോറെടുക്കാൻ പോകാറ്. വൈകിട്ട് ചോറെടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ബക്കറ്റും കൊണ്ടുപോകും. എന്നിട്ട് ബക്കറ്റ് അവിടെ വെച്ചിട്ട് അവിടെ വെച്ച ബക്കറ്റിലെ ചോറെടുത്ത് കൊണ്ടുവരും. അങ്ങനെ ആകുമ്പം ഒരു നേരം പോയാൽ മതി, അല്ലെങ്കിൽ 2 നേരം പോകണം. രാവിലെ ബക്കറ്റ് വെക്കാനും വൈകിട്ട് ചോറെടുത്ത് കൊണ്ടുവരാനും പോകണം. ചോറെടുത്ത് കൊണ്ടുവരുന്ന ഒരു സമയത്ത് തന്നെ ഞാൻ ബക്കറ്റും കൊണ്ടുപോകുന്നത് കൊണ്ട് ആ ഒരു പോക്ക് വേണ്ട കേട്ടോ. പിന്നെ സ്കൂളിൽ നിന്ന് ചോറ് കിട്ടുന്നത് എനിക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. കഴിഞ്ഞ വർഷം മുതലാണ് ഞാൻ സ്കൂളിൽ നിന്ന് ചോറെടുക്കൽ തുടങ്ങിയത്. ഈ വർഷം സ്കൂളിൽ നിന്ന് ചോറെടുക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഒക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റേഷൻ കടയിൽ നിന്ന് അരി കുറച്ച് ഒരു 5 കിലോ മട്ടേരി വാങ്ങാറുണ്ടായിരുന്നു കേട്ടോ, ഇവർക്ക് ചോറ് വെക്കാൻ മാത്രമായിട്ട്. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ വീട്ടിൽ ചോറ് വെക്കുന്ന അരി ഊറ്റിയ ഒരു കഞ്ഞിവെള്ളം ഉണ്ടല്ലോ തിളച്ച്, ആ ഒരു വെള്ളത്തിലേക്ക് അരി ഇട്ടിട്ട് അടുപ്പത്ത് അവിടെ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാറായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് ചോറ് കിട്ടൽ തുടങ്ങിയതിന് ശേഷം നല്ലൊരാശ്വാസം തന്നെയാണ്. അതുമാത്രമല്ല, നമുക്ക് കുട്ടികൾ കഴിച്ചതിൻ്റെ ബാക്കി ബാലൻസ് ചോറല്ല കേട്ടോ, നമ്മൾ കിച്ചണിൽ വെച്ചിട്ട് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ചോറുണ്ടാവില്ലേ, അതാണ് കിട്ടുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുള്ളതാണ്. മറ്റേത് അങ്ങനെയല്ലല്ലോ, കഴിച്ചിട്ട് ബാക്കി വന്ന ചോറ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ദിവസം തന്നെ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പിറ്റേന്തേക്ക് പൂപ്പൽ വരും, ഫംഗസ് വരും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ ചോറ് കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് എൻ്റെ ആവശ്യത്തിന് ഒരു ഓട്ടക്കൊട്ടയിലേക്ക് ഇട്ടിട്ട് ഊറ്റിയെടുത്തിട്ട് അതിൽ മീനിൻ്റെ തല, അതുപോലെ ഇലകൾ, തീറ്റ, തേങ്ങാപ്പിണ്ണാക്ക്, എന്താണോ എൻ്റെ കയ്യിലുള്ളത് അതെല്ലാം കൂട്ടിക്കുഴച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാറാണ് ചെയ്യുക. അതുകൊണ്ട് നല്ലൊരാശ്വാസമാണ്. കോഴികളെ വളർത്തുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. 5-10 കോഴീനെ വളർത്താൻ പ്രശ്നമില്ല. പക്ഷേ നമുക്കൊരു 10-250 കോഴികളെ വളർത്തുക എന്ന് പറയുമ്പം നമുക്ക് തീറ്റച്ചെലവ് നല്ല തീറ്റച്ചെലവ് തന്നെയാണ്. പക്ഷേ ഇതുപോലെ സ്കൂളിൽ നിന്ന് ചോറ്, അതുപോലെ തേങ്ങാപ്പിണ്ണാക്കോ പച്ചക്കറി വേസ്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ അതിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പം കോഴീനെ വളർത്തുന്ന ആളുകൾ നിങ്ങളെ വീടിൻ്റെ അടുത്ത് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അന്വേഷിച്ച് നോക്കുക. പച്ചക്കറി മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി നോക്കുക. ചക്ക സീസൺ ആണെങ്കിൽ ചക്കയൊക്കെ ഒന്ന് വെട്ടിയിട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് വീട്ടമ്മമാർ, നിങ്ങൾ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവനും മുടക്കിയിട്ട് കോഴിത്തീറ്റ വാങ്ങി കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോകാമെന്നല്ലാതെ നമുക്കൊരു ലാഭം ഉണ്ടാവില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക. ഓക്കെ, പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഞാൻ ഇനി സ്ഥിരമായിട്ട് ഡെയിലി വീഡിയോ ഇടണോ, എങ്ങനെ ഇടണോ എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം. ഓക്കെ, ബൈ.